Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്തായിരുന്നു റെക്കോർഡ്സ് വരെ പറഞ്ഞു നിർത്തി അല്ലെ? MLC കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെയല്ലേ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? വായിച്ചു എല്ലാവരും? വായിച്ചോ? എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്കിനി അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, റെക്കോർഡ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. ഓക്കെ, അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവര് നിർവഹിക്കേണ്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവർ നിർവഹിക്കേണ്ട കടമകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അത് 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസിന്റെ ഒരു 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. ഓക്കെ, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ എന്താണത്? അതായത് അടിയന്തരമായി പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് അടിയന്തരമായിട്ട് ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. അതാണ് ആദ്യം അവർ പ്രയോജിച്ച് നൽകുന്നത് കേട്ടോ. ഒരാള് വന്നു കഴിയുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് ആളെ കൊണ്ടുവരുന്നതെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, then second point, to liaise with the courts and police in medico-legal cases whenever required. ഓക്കെ, അതായത് മെഡിക്കോ ലീഗൽ കേസുകളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മെഡിക്കോ ലീഗൽ കേസ് എന്താണെന്ന്. മെഡിക്കോ ലീഗൽ കേസുകളില് കോടതിയുടെയും പോലീസിന്റെയും ഒക്കെ സഹകരണം ആവശ്യമാണ്. അവരുടെ ഹെൽപ്പോട് കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ കോർഡിനേഷനോട് കൂടിയാണ് MLC-കൾ മുൻപോട്ട് പോകുന്നത്, MLC കേസുകൾ മുൻപോട്ട് പോകുന്നത്. MLC കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയുടെയും കോർട്ടിന്റെയും പോലീസിന്റെയും ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം, റിലേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, then third point, to provide ambulance service for pre-hospital care and transportation of patients to and from the hospital. ഓക്കെ, അതായത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ആ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കുക. ഓക്കെ, ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത പോയിന്റ് വരുന്നത് ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എസ്പെഷ്യലി ഡ്യൂറിംഗ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റർ സമയത്ത്, ദുരന്ത സമയത്ത് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക. നമുക്കറിയാവുന്നതാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്ന പോലെ നമ്മൾ കണ്ടതാണ്. ഒരു കൂട്ടം ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിട്ട് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതാണല്ലോ. അങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ ധാരാളം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്. ധാരാളം പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സ്കിപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോ അറിയില്ല, അതായത് ബന്ധുക്കൾക്ക് ഒരു കുടുംബത്തിൽ തന്നെ താമസിക്കുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ എന്താണ് വേറൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറൊരു ക്യാമ്പിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അവർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ആര്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ സമയത്ത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അത് കൂടാതെ അവിടെയുള്ള ആ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുക,
അതുപോലെ തന്നെ അവരുടെ റിസർച്ച് ആക്ടിവിറ്റീസിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളവയാണ് എന്ത് വരുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം ഞാൻ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യന്റ് ആരായിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ കേസുകളിൽ പോലീസും കോടതിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. മൂന്നാമത്തേത് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, രോഗികൾക്ക് വരാനും അതുപോലെ തന്നെ ചില രോഗികൾക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവാനൊക്കെ ആയിട്ടുള്ള ഒരു ആംബുലൻസ് സൗകര്യം ഒരുക്കി കൊടുക്കുക. നാലാമത്തേത് ഡിസാസ്റ്റർ സമയത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക. അഞ്ചാമത്തേത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകള്, ട്രെയിനിങ് പ്രോഗ്രാമുകള്, റിസർച്ച് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ എന്താണ് അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഫങ്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണെന്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അതായത് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയും എല്ലാ സ്റ്റാഫുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ചെയ്യേണ്ട അല്ലെങ്കിൽ അവര് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവര് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വിഭാഗത്തിലെ പ്രതിനിധികൾ വന്നിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷനിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കുന്നതെന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ഉറപ്പുവരുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് the ED must be organized and administrated to meet the healthcare needs of its population. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികളുടെ ആവശ്യങ്ങൾ നീഡ്സ് മീറ്റ് ചെയ്യാൻ പാകത്തിന് ED ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികൾ എത്ര പേരുണ്ടായിക്കോട്ടെ ആ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കണം. അതങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. EDക്ക് വ്യക്തമായിട്ടുള്ള, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് വ്യക്തമായിട്ടുള്ള ഒരു റിട്ടൺ ആയിട്ടുള്ള രേഖാമൂലമുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഒരു ED പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. ഓക്കെ, തേർഡ് പോയിന്റ്, medical and the nursing director of hospital along with the appropriate integration of ancillary services must ensure quality and safety in ED. അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണലുകള്, EDയിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകള് EDയില് ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഉയർന്ന നിലവാരത്തിലുള്ള സർവീസ് ആണോ അവിടെ പേഷ്യന്റിന് കൊടുക്കുന്നത് എന്ന്, അതായത് മെഡിക്കൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് EDയില് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എമർജൻസി കെയർ ആർ കണ്ടിന്യൂലി മോണിറ്റേർഡ് ആൻഡ് ഇവാലുവേറ്റഡ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് വന്നിട്ട് EDയിലെ പ്രവർത്തനങ്ങള് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എൻസിലറി എന്ന് പറഞ്ഞാല് അനുബന്ധം എന്നാണ് അർത്ഥം കേട്ടോ. എൻസിലറി സർവീസസ് എന്ന് പറയുമ്പോൾ അനുബന്ധ സേവനങ്ങൾ എന്ന് വരും.
അതായത് ഓരോ സ്റ്റാഫിനും പലതരത്തിലുള്ള ജോലികളാണ് ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ചെയ്യാനുണ്ടാകും. ആ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, fifth point, the medical director should oversee all aspects of the practice of emergency medicine in ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് ഒരു മെഡിക്കൽ ഡയറക്ടർ വന്നിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് എമർജൻസി മെഡിസിൻസ് ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, പ്രോപ്പർ ആയിട്ട് എമർജൻസി മെഡിസിൻ ഒക്കെ അതാത് സമയങ്ങളിൽ രോഗിക്ക് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? മെഡിക്കൽ ഡയറക്ടറാണ്. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതായത് ഉയർന്ന തരത്തിലുള്ള പോസ്റ്റ് നിർവഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വന്നാണ് എന്ത് നോക്കേണ്ടത്? ഇവിടുത്തെ എമർജൻസി, അതായത് ഇഡിയിലെ എമർജൻസി മെഡിസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പോയിന്റ്, all new staff members should get a formal orientation program that addresses, അതായത് എല്ലാ സ്റ്റാഫുകളും ഹോസ്പിറ്റലിൽ പുതുതായിട്ട് വരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയെന്ന് വിചാരിക്കാം. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഒരു പോസ്റ്റിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്. അതായത് ജോലിയെ പരിചയപ്പെടുത്തുക, ആ ജോലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരിക, അതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അടുത്തത് ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം അല്ലെ, അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയും നമ്മള്. അതായത് ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ അപേക്ഷിച്ച് വ്യക്തമായിട്ട് മിഷൻസ് ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ഓരോ ഹോസ്പിറ്റലും എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഓക്കെ, ഇപ്പൊ പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട്, അതായത് പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകളാണെങ്കിൽ അവരോട് ആദ്യമേ തന്നെ പറയണം, ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനോട് അതായത് ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു സ്റ്റാഫായിട്ട് നിയമിച്ചു എന്നവര് പറയും. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ, അതായത് ഓരോ ഹോസ്പിറ്റലിലും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. എല്ലാ ഹോസ്പിറ്റലിലും അതായത് കൂടുതലും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും പേഷ്യന്റ് കെയർ ആണ്. അതായത് പേഷ്യന്റ് കെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോ ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ചില ഹോസ്പിറ്റലിൽ ചില ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ എന്താണോ, ഏത് ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന് ഒരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനായിട്ട് നിങ്ങളോട് അവര് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യമാണ് കേട്ടോ മിഷൻ എന്ന് പറയുന്നത്. Then next point, standard operating procedures of the ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് നടപടിക്രമങ്ങളാണ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടാവുക, നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, മെയിൻറ്റെയിൻ ചെയ്യുക. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ഇഡി സ്റ്റാഫ്. ഇഡിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കുമുള്ള റെസ്പോൺസിബിലിറ്റീസ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഓക്കെ, ഓരോ സ്റ്റാഫുകൾക്കും എന്തുണ്ടാവും? ഓരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതെന്താണെന്ന് എന്ത് ചെയ്യണം? അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആരാണ് ചെയ്യേണ്ടത്? ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. Then staff must improve their professional knowledge and skill. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും അവരുടേതായിട്ടുള്ള നോളജും സ്കില്ലുകളും ഉണ്ടാകും. അത് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള കാര്യങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കണം. ഓക്കെ, നമുക്കറിയാലോ ഓരോ വ്യക്തി അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ടാലന്റ് ആൻഡ് നോളജ് ആണ് ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടാണ് അത് അവരുടെ ജോലിയിൽ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണോ ഒരാൾക്ക് എന്താ പറയാ, നല്ല രീതിയിൽ ചിലപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും.
അങ്ങനെ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വിഭാഗം കൈകാര്യം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കും അല്ലെ, ആ ഒരു പേഴ്സണ് നമ്മൾ കൊടുക്കും. അപ്പൊ ഓരോരുത്തരുടെ കഴിവ് അതുപോലെ തന്നെ അവരുടെ നോളജും ഒക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ജോലി കൊടുക്കുക. ആ ജോലിയിൽ അത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, triage and screening of each patient must be performed by a physician or trained RN with the EMT. RN എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, N മിസ്സായിട്ടുണ്ട് കേട്ടോ, RN ആണ് കേട്ടോ. അതായത് ഓരോ പേഷ്യന്റിന്റെയും ട്രയാജും സ്ക്രീനിങ്ങും നടത്തേണ്ടത് ഒന്നില്ലെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള EMT അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ച ഒരു രജിസ്റ്റേർഡ് നഴ്സ് EMT ഉണ്ടായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ. അപ്പോ അവരുടെ ശരിയായിട്ട് രീതിയിൽ അല്ലെങ്കിൽ അവര് കറക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, പേഷ്യന്റ് വരുമ്പോൾ ട്രയേജ് അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് പോയിന്റ്, eligible and appropriate medical record must be established for each individual. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് എന്ത്, എല്ലാ പേഷ്യൻസും വരും അല്ല, പേഷ്യൻസിന്റെ ഫയലുകളൊക്കെ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറിപ്പോകാനായിട്ട് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ റെക്കോർഡ് നമ്മൾ അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then the minimum set of SOPs should be available for, ഞാൻ നേരത്തെ പറഞ്ഞു SOPs എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്, നടപടിക്രമങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലെ. ഒരു ED പിന്തുടരേണ്ട നടപടിക്രമങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. SOPs എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ് ആണ്. ഓക്കെ, നടപടിക്രമങ്ങൾ എന്നാണ് SOPs അർത്ഥമാക്കുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഇടിയില് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള കാര്യങ്ങളെയാണ് SOPs എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം എന്താ ചെയ്യുന്നത്, റിസീവിംഗ് ദ പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. ഓക്കെ, ദെൻ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുന്നു. ദെൻ ട്രയേജ് ഓഫ് ദ പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നു. ട്രയേജ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്, ട്രയേജ് ചെയ്യുന്നു. ദെൻ ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, അതായത് പേഷ്യന്റിനെ, ഇപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ആ പേഷ്യന്റിന് വേറൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേഷൻ അല്ലെങ്കിൽ അവരുടെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വരാം. ഫോർ എക്സാമ്പിള് കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ആ പേഷ്യന്റിന് ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ പേഷ്യന്റിനെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്, അതായത് ആവശ്യമെങ്കിൽ രോഗി എന്ത് ചെയ്യാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. റെഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് പേഷ്യന്റിനെ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ, അതായത് കൊണ്ടുവന്ന ഹോസ്പിറ്റലില് ഫെസിലിറ്റീസ് പോരാതെ വരിക ചെയ്താൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ റെഫർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയ ശേഷം എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. ഇനി മരിച്ചുകൊണ്ട് വരുന്ന കേസുകളിലാണെങ്കിൽ പ്രൊസീജിയേഴ്സ് വേറെയാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് വേറെയാണ്. മരിച്ചുകൊണ്ട് വരുന്ന കേസുകളിൽ നമ്മൾ ഉടനെ തന്നെ, അതായത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യും. അവര് വന്നിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷമാണ് ഡെഡ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് കോഡ് ബ്ലൂ ആണ്. കോഡ് ബ്ലൂ എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് കമന്റ് ചെയ്തേ. കോഡ് ബ്ലൂ അല്ല, ക്യാൻസർ അല്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കോഡ് ബ്ലൂ. പലതരത്തിലുള്ള കോഡുകൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോഡ് ബ്ലൂ
എന്തുമായി ബന്ധപ്പെട്ടതാ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ആക്സിഡന്റ് അല്ല കേട്ടോ, കാരുണ്യ. എമർജൻസി റൂമിലാണ് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എമർജൻസി റൂമിലാണ് എന്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആൽഗ അനീഷ് കമന്റ് ചെയ്തിട്ടുണ്ട് കാർഡിയാക് അറസ്റ്റ്. ഷിഫ്നാദ് രണ്ടുപേരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡിയാക് അറസ്റ്റ് ആണ് എന്ത് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എന്ത് പർപ്പസിനായിരിക്കും കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്? സ്പെഷ്യൽ കെയറോ? അല്ല, ഇമ്മീഡിയറ്റ് കെയർ കേട്ടോ. ഇമ്മീഡിയറ്റ് കെയറിന് വേണ്ടിയിട്ടാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കോഡ് ബ്ലൂ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്തതെന്ന് പറയാം. ഇപ്പൊ കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. ഓക്കെ, അയാൾക്ക് എത്രയും പെട്ടെന്ന് അയാൾക്ക് ജീവൻ രക്ഷിക്കണം അല്ലെ. വിത്തിൻ സെക്കൻഡ് അല്ലെ, ഒരു നിമിഷം പോലും വൈകിക്കൂടാ. എത്രയും പെട്ടെന്ന് അയാളുടെ ലൈഫ് നമുക്ക് സേവ് ആക്കണം. അതിനു വേണ്ടിയിട്ട് അതായത് ആ ഹോസ്പിറ്റലിലുള്ള ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആണ്, ഇപ്പൊ കാർഡിയോളജി വിഭാഗങ്ങളിലുള്ള ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ കാർഡിയോളജി എക്യുപ്മെന്റുകള്, ദെൻ കാർഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാര്, ദെൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നീഷ്യന്മാര്, ഇതൊക്കെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എത്രയും പെട്ടെന്ന് സജ്ജമാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലർട്ടാണ് എന്ത് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു പേഷ്യന്റ് വരെയാണ്, അതായത് കാർഡിയാക് അറസ്റ്റുമായി വന്നു കഴിഞ്ഞാൽ എമർജൻസി ആ ഒരു അഡ്മിഷൻ ആ രജിസ്ട്രേഷനിൽ ചെന്നിട്ട് പറയാണ് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാണെന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു അലർട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെയാണ്: കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന 3 പ്രാവശ്യം എന്ത് വരും? അലർട്ട് വരും. ഓക്കെ, അങ്ങനെ അലർട്ട് വരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ മൊത്തം എന്താണ് ഇത് കേൾക്കുകയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ പേഷ്യന്റിന്റെ അടുത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, എത്രയും പെട്ടെന്ന് ആ പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, വേറെയും കുറച്ച് കോഡുകളുണ്ട്. കോഡ് റെഡ് ഉണ്ട്. കോഡ് റെഡ് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? കോഡ് റെഡ് ഒന്ന് ഗസ് ചെയ്തേ നിങ്ങള്. കോഡ് റെഡ് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം? കോഡ് റെഡ് ഫയർ ആണ് കേട്ടോ. കോഡ് റെഡ് ഫയർ ആണ്. തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അലർട്ട് കൊടുക്കുന്നതാണ് എന്ത് കോഡ് റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് അടുത്തൊരു കോഡാണ് കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡിസാസ്റ്റർ സമയത്താണ് കേട്ടോ. ദുരന്ത സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണെന്ത്. ഒരു ദുരന്തം ഉണ്ടായി കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയാണ്. ഏത് കോഡായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക? കോഡ് ഓറഞ്ച് ആണ് ആക്ടിവേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി കോഡ് പിങ്ക് ഉണ്ട്. കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്ന് പറയുന്നത് പീഡിയാട്രിക്സ് ആണ്. പീഡിയാട്രിക്സ് കേട്ടോ. പീഡിയാട്രിക്സ് ആണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. ഇനി കോഡ് ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? കോഡ് ബ്ലാക്ക്. അറിയില്ല? കമന്റ് ചെയ്യൂ വേഗം. കോഡ് ബ്ലാക്ക്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെട്ട് കേട്ടോ. ബോംബ് ഭീഷണി, ബോംബ് ത്രെട്ട്. ഓക്കെ, അതുപോലെ തന്നെ കോഡ് ഗ്രീൻ ഉണ്ട്. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ ആണ്, ഒഴിപ്പിക്കൽ. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഒരു ഭൂകമ്പത്തിനുള്ള സാധ്യത ഉണ്ടെന്ന്
ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ ഒരു കെട്ടിടത്തിലും അതിനോടനുബന്ധിച്ച് ആ ഒരു ഏരിയയിലും ഇതുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊരു മുന്നറിയിപ്പ് കിട്ടിക്കഴിയുകയാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് എന്ത് ചെയ്യണം, ആളുകളെ ഒഴിപ്പിക്കണം അല്ലെ, അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ആളുകളെ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് അലേർട്ട് ചെയ്യുന്നത്, കൂടി ഗ്രീന് അലേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട കോഡുകൾ. അതിനകത്ത് നമുക്ക് കോഡ് ബ്ലൂ ആണ്, കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ കോഡ് എന്താണെന്ന്? ഇത്രയും കോഡുകൾ. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ കേട്ടോ, കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. ഓക്കെ, കോഡ് ബ്ലൂ പറഞ്ഞു കഴിഞ്ഞു. കോഡ് ബ്ലൂ ആണ്, ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നുള്ളൂ, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. കോഡ് ബ്ലൂ ഒന്ന് കണക്ഷൻ കിട്ടണമല്ലോ എങ്ങനെയാണെന്ന്, അതുകൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു തന്നതാണ്. കോഡ് ബ്ലൂ ഇമ്പോർട്ടന്റ് ആണ് കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, ദെൻ അടുത്തത് കോഡ് ബ്ലൂ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകളിൽ എന്താണ്, നമുക്ക് പോലീസുമായിട്ടും അതുപോലെ തന്നെ കോടതികളുമായിട്ടൊക്കെ എന്താണ് കോർഡിനേഷൻ ആവശ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് എന്ത് അവിടെ വരുന്നത് കേട്ടോ. ദെൻ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല് ഒരു രോഗി അവിടെ വന്നു കഴിഞ്ഞിട്ട് അയാളുടെ ട്രീറ്റ്മെന്റ്, അതിനാണ് എന്ത് പറയുന്നത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇനി ആള് ഡെത്ത് ആവുകയാണെങ്കിൽ ആളുടെ ബന്ധുക്കൾക്ക് എന്ത് കൊടുക്കുന്നു, ബോഡി വിട്ടു കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറയാൻ പോവാണ് കേട്ടോ. ഷിഫാനാദ് പ്രേജ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ക്ലാസ് കണ്ടു നോക്കൂ, ഇപ്പൊ മനസ്സിലാവും കേട്ടോ. കൂടുതല് റെക്കോർഡ് ക്ലാസ് കണ്ടു നോക്കൂ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്നാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്നത് കേട്ടോ. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ അളക്കാം, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി നമ്മൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു 6 പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തേത് വരുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ഓക്കെ, അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എമർജൻസി, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് EDയിലെ ക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആണ് താഴെ പറയുന്നത് കേട്ടോ. ആദ്യത്തേതാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അതായത് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേര് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വരുന്നുണ്ട്, അതാണ് ആദ്യത്തേത് കേട്ടോ. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേര് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും അതായത് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാൻ സാധിച്ചാൽ അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, സാധാരണ മുൻകൂട്ടിയാണ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നത്, ബുക്കിംഗ് വരുന്നത് അല്ലെ, അല്ലെങ്കിൽ ആളുകൾ വരുന്നത്. പക്ഷെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താ പറയാ, ഒരു ഡിപ്പാർട്ട്മെന്റിന് ഈ രോഗികളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് വേണ്ടിയുള്ള ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ആദ്യത്തേത് എന്ന് പറയുന്നത്. ഇപ്പോ വയനാട് ദുരന്തം ഉണ്ടായല്ലേ, മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ അല്ലേ അത്രയും, അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പീപ്പിളിനെയാണ് എവിടെ കൊണ്ടുചെന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് എത്ര, അതായത് ആ വരുന്നത് ഇപ്പൊ 100 പേഷ്യൻസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 100 പേഷ്യൻസിനും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയോ എന്നുള്ള ഒരു പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത് കേട്ടോ.
Then രണ്ടാമത്തേത് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതായത് എത്ര സമയം കൊണ്ട്, അതായത് രോഗികള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാല് അവർക്ക് എത്ര നേരം അവിടെ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ കുറെ പേര് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം. ഇപ്പൊ ട്രയൽസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ വെയിറ്റിംഗ് കാറ്റഗറിയിൽ വരുന്നില്ലേ, അതൊക്കെ കുറെ നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. അങ്ങനെ എത്ര പേരെ അവര് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എത്ര പേര് വെയിറ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് എടുത്ത് പോരുന്നത്, അതിന്റെ ഒരു ശതമാനം നോക്കുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എത്ര പേര് ഡോക്ടറെ കാണാതെ മടങ്ങിപ്പോരുന്നുണ്ട്. ഓക്കെ, അതൊരു ഇതാണ് അല്ലെ. അതായത് നമ്മള് പെട്ടെന്നൊരു എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അത് ആ ഒരു ഹോസ്പിറ്റലിനെ മോശമായ രീതിയിൽ ബാധിക്കും. അപ്പൊ എത്ര പേര് ഡോക്ടറെ കാണാതെ പോരുന്നുണ്ട് എന്നുള്ള ഒരു പെർസെന്റേജ് നോക്കാറുണ്ട്. Then time to initial assessment. ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട് അവർക്ക്. ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ BP ചെക്ക് ചെയ്യും, കൂടാതെ അവരുടെ വെയിറ്റ് നോക്കാറുണ്ട്, പൾസ് റേറ്റ് നോക്കാറുണ്ട്, ടെമ്പറേച്ചർ നോക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇനീഷ്യൽ അസസ്മെന്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെയും ഒരു പെർസെന്റേജ് നോക്കി കാണാറുണ്ട്. Then time to treatment. രോഗി ചെന്ന് കഴിഞ്ഞിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് രോഗിക്ക് ചികിത്സ ആരംഭിക്കുന്നത്. ഓക്കെ, ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, അതിന്റെ ഒരു പെർസെന്റേജ് നോക്കാറുണ്ട്. ദെൻ സർവീസ് എക്സ്പീരിയൻസ്, അതായത് സേവന, അതായത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയിക്കോട്ടെ നഴ്സ് ആയിക്കോട്ടെ അവരുടെ സർവീസ് എക്സ്പീരിയൻസ് നോക്കാറുണ്ട്. അവരെത്ര വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എത്ര രീതിയിൽ മികച്ചതാണ് അവരുടെ പരിശീലനം അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ നോക്കാറുണ്ട്, ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കാറുണ്ട്. ഓക്കെ, ആദ്യത്തേത് വരുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. രണ്ടാമത്തേത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തേത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. 4 ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഓക്കെ, then time to treatment and service experience. Okay, clear ആണോ? അടുത്തത് വരുന്നത് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി ആണ്. ആരാണ് ഈ എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നത്? അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, അടുത്ത ഓപ്പറേഷൻസ് ഒക്കെ ഓവറോൾ കൈകാര്യം ചെയ്യുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. എമർജൻസി റൂം ക്ലർക്കിനെ നമുക്ക് എമർജൻസി റൂം സെക്രട്ടറി എന്നുകൂടി എന്ത് ചെയ്യാം, വിശേഷിപ്പിക്കും. ഓക്കെ, അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് 1, ഇന്റർവ്യൂ പേഷ്യൻസ് ടു ഒബ്റ്റെയിൻ ബയോഗ്രഫിക്, demographic and financial data for registration purposes and enter information so gathered into hospital computer system. ഓക്കെ, അതായത് പേഷ്യന്റ്, ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേര്, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ്, മുൻകാലങ്ങളിൽ അദ്ദേഹം ചികിത്സിച്ചിരുന്ന റെക്കോർഡ്, കൂടാതെ അദ്ദേഹത്തിന്റെ ലാബ് റിപ്പോർട്ടുകള്, അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകം, എത്രയാണ് അദ്ദേഹത്തിന്റെ വരുമാനം വരുന്നത്, എവിടെയാണ് അദ്ദേഹത്തിന്റെ ജോലി, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നു, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു. എന്റെ പേര് അശ്വതി എന്നാണ്. എന്റെ പേര്, എന്റെ വയസ്സ്, എന്റെ ഡീറ്റെയിൽസ്, എന്റെ ജോലി, എന്റെ വരുമാനം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? അത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു
എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. Then രണ്ടാമത്തെ പോയിന്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ, retrieve medical records for the emergency room physician responsible for processing emergency room admission. പിന്നെ എന്താണ് രണ്ടാമത്തെ പോയിന്റ്? അതായത് എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, അവരെ രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഒരു റൂം ക്ലർക്കാണ്, എമർജൻസി റൂം ക്ലർക്കാണ്. കൂടാതെ അവരുടെ ഫയലുകള് എമർജൻസി ഫിസിഷ്യന് പാസ് ചെയ്യുന്നു. അതുകൂടാതെ എമർജൻസി റൂം അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. അതും ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ ഒരു റൂം ക്ലർക്ക് തന്നെയാണ്, എമർജൻസി റൂം ക്ലർക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തേത് എന്താണ് പറഞ്ഞത്? എമർജൻസി റൂം പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എമർജൻസി ഫിസിഷ്യന് കൈമാറുന്നു. ദെൻ എമർജൻസി റൂം അഡ്മിഷൻ എന്ത് ചെയ്യുന്നു? അത് പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് എക്സംഷണൽ കസ്റ്റമർ സർവീസ്. അതായത് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. എക്സംഷണൽ എന്നതുകൊണ്ട് ഇവിടെ മീനിങ് ഫാന്റാസ്റ്റിക് എന്നാണ് കേട്ടോ. നല്ല ബെറ്റർ ആയിട്ടുള്ള മികച്ച രീതിയിലുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. Then fourth point, coordinate activities in connection with admission of patients in the hospital or other medical facility. അതായത് ഒരു പേഷ്യന്റിന് ചിലപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സേവനം ആവശ്യമായിട്ട് വരാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് ചില മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സേവനം ആവശ്യമായിട്ട് വരാം. ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായി വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സേവനം ആവശ്യമായിട്ട് വരാം. അപ്പോ അദ്ദേഹത്തെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു വ്യക്തിയാണ്. ഓക്കെ, എമർജൻസി റൂം ക്ലർക്ക് ആണ് ആ നടപടികള് അവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റില് പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യും. Then assess patients' other needs from health care professionals like need of ambulance services or referrals. അതുപോലെ തന്നെ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. ചില പേഷ്യൻസിനൊക്കെ ആംബുലൻസ് സർവീസ്, ചില പേഷ്യൻസിന് ചിലപ്പോൾ ഒരു നിലവിൽ ചികിത്സയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സർവീസ് എന്ത് ചെയ്യുന്നു? ഒരുക്കി കൊടുക്കും. അടുത്തത് ഗ്രീവൻസ് റിഡ്രസൽ. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരാതി പരിഹാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗിക്കും രോഗിയുടെ ബന്ധുക്കൾക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ആരെ സമീപിക്കാവുന്നതാണ്? ഈ ഒരു സെക്രട്ടറിയെ സമീപിക്കാവുന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞാല് ഉടനടി എന്ത് ചെയ്യും? പരാതി പരിഹാരം നിർദ്ദേശിക്കും. അതിനെയാണ് ഗ്രീവൻസസ് റിഡ്രസൽ എന്ന് പറയുന്നത്. അടുത്തത് കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്. ഓക്കെ, ബെഡ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഹോസ്പിറ്റലുകളിൽ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ബെഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ബെഡുകൾ ഒന്നോ രണ്ടോ ബെഡുകളുടെ അവൈലബിലിറ്റി അവിടെ ഇല്ലാതായാൽ, അതായത് ഒന്നോ രണ്ടോ ബെഡുകൾ ഇല്ലാതാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു വ്യക്തി എന്ത് ചെയ്യണം? അടുത്ത അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ബെഡ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതൊരു ഡ്യൂട്ടിയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബെഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ എൻസിലൊക്കെയാണ് ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണല്ലോ ജോലി നമുക്ക് ലഭിക്കുന്നെങ്കിൽ ആദ്യം തന്നെ അറേഞ്ച് ചെയ്യേണ്ടത്, നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ നോക്കേണ്ട കാര്യമാണ് ബെഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. അതായത് MLC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, മെഡിക്കോ ലീഗൽ കേസിനെയാണ് MLC എന്ന് പറയുന്നത്. MLC കേസുകള് ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്
എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, പല കേസുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരും. അതിനകത്ത് MLC കേസുകൾ ഉണ്ടോ എന്നും കൂടി എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അത് ആരുടെ ഡ്യൂട്ടിയാ? ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ഓക്കെ, അതായത് ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്താണ് ഡാമ എന്ന് ചോദിക്കുമല്ലേ നിങ്ങൾ? എന്താണ് ഡാമ? ഒന്ന് കമന്റ് ചെയ്തേ. ഡാമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവരുടെ റെക്കോർഡ് കീപ്പ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ആരാണ് ഈ ഡാമ പേഷ്യൻസ്? ആരാ ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞേ? കമന്റ് ചെയ്തെന്ന്. ഡാമ ഫുൾ ഫോം അറിയാമോ? ഡാമ അറിയില്ല ആർക്കും? ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് കേട്ടോ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്ന പേഷ്യൻസിനെയാണ് എന്ത് പറയുന്നത്? ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ്. അവരിപ്പോ ഡോക്ടറുടെ ഇഷ്ടത്തിന്, അതായത് ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ചല്ല അവർ ഡിസ്ചാർജ് വാങ്ങി പോകുന്നതെങ്കിൽ ഒരു പോകുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്ക് റെസ്പോൺസിബിലിറ്റി വരും? ഹോസ്പിറ്റലിംഗ് റെസ്പോൺസിബിലിറ്റി വരും അല്ലെ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ റെക്കോർഡുകളും കൺസെന്റുകളും ഇവര് സൂക്ഷിച്ച് വെക്കുന്നത്. Then next point, medico-legal case is made based on the patient's condition and natural cause of injury, RTA, etc. The records of such cases are entered in the medico-legal register with the details of patients and accident, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge on treating consultants instructions. ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, MLC കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടനെ തന്നെ CMO എന്ത് ചെയ്യും? പോലീസിനെ വിവരം അറിയിക്കും. അവര് വന്നിട്ടാണ് ഫർദർ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. ഇനി ഒരു രോഗിയെ അൺനാച്ചുറൽ ഡെത്ത് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ RTA എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോഡ് ട്രാഫിക് ആക്സിഡന്റിനെയാണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റിനെയാണ് RTA എന്ന് ഉദ്ദേശിക്കുന്നത്. അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ഈ എമർജൻസി റൂം ക്ലർക്ക് എന്താ ചെയ്യേണ്ടത്? അതായത് ഈ ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന ആളിന്റെ കൂടെ രണ്ടു മൂന്ന് പേരുണ്ടാവുമല്ലോ ഇയാൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. എവിടെയാണ് ഈ ആക്സിഡന്റ് നടന്നത്? അതിന്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത്? ടൈം എപ്പോഴായിരുന്നു? ഏത് വാഹനമാണ് ഇടിച്ചിട്ട് പോയത്? അല്ലെങ്കിൽ എന്താണ് രോഗിക്ക് പറ്റിയത്? ഹോസ്പിറ്റലിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്താണ്? ഇങ്ങനെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം? എമർജൻസി റൂം ക്ലർക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇപ്പൊ ഈ ഒരു എന്താ പറയാ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും റെഡിയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. In triage, priority 2 includes dash. In triage, priority 2 includes dash.
ഓപ്ഷൻ എ റെഡ്, ഓപ്ഷൻ ബി യെല്ലോ. ഇൻ ട്രയേജ്, ട്രയേജ് അറിയാലോ എന്താണെന്ന്, കോമ, പ്രയോറിറ്റി 2 includes ഡാഷ്. 2 എന്ന് പറഞ്ഞാല് 1, 2, 3 ഇല്ലേ, അതിനകത്ത് 2 ഇട്ടോ. പ്രയോറിറ്റി 2. റെഡ്, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ. ഇപ്പൊ കമന്റ് ചെയ്യണ്ട, ലാസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. റെഡ്, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ. അടുത്ത ക്വസ്റ്റ്യൻ, decontamination area is related to dash. Decontamination area is related to dash. Option A, severe head injury. Option B, stroke. Option C, chemical explosion. Option D, chest pain. Severe head injury, stroke, chemical explosion, chest pain. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following does not come under an MNC? Which of the following does not come under an MNC? Option A, rape. Option B, trauma. Option C, cardiac arrest. Option D, poisoning. Rape, trauma, cardiac arrest, poisoning. Which of the following does not come under an MNC? Which of the following does not come under an MNC? അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ ഓപ്ഷൻ റേപ്പ്, ട്രോമ, കാർഡിയാക് അറസ്റ്റ്, പോയിസണിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is an example of yellow category? Option A, infection. Option B, accident. Option C, headache. Option D, cardiac arrest. Infection, stroke, headache, cardiac arrest. Question repeat ചെയ്യാം, ഒന്നും കൂടി പറയാം. Which of the following is an example of yellow category? Which of the following is an example of yellow category? Infection, stroke, headache, cardiac arrest. Okay. Next one,
നെക്സ്റ്റ് വണ്ണിന് ഓപ്ഷൻ തരില്ല കേട്ടോ. ഫുൾ ഫോം ഓഫ് ഡാമ, ഡാമയുടെ ഫുൾ ഫോം എഴുതുക. ഓക്കെ, then ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Which of the following is including green category? Which of the following is including green category? Option A, immediate care. Option A, immediate care. ഓക്കെ, ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ ഇമ്മീഡിയറ്റ് കെയർ ആണ്. ഓപ്ഷൻ ബി ലെസ് കെയർ. ഓപ്ഷൻ സി ഒബ്സർവേഷൻ. ഓപ്ഷൻ ബി നൺ ഓഫ് ദ എബോവ്. ഇമ്മീഡിയറ്റ് കെയർ, ലെസ് കെയർ, ഒബ്സർവേഷൻ, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, എല്ലാവരും കഴിഞ്ഞോ? ആൻസർ എഴുതിയോ? ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ട്രയേജിലെ പ്രയോറിറ്റി 2 എന്താ? ഓപ്ഷൻ ബി യെല്ലോ. ഓക്കെ, എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡീകണ്ടാമിനേഷൻ ഏരിയ ഇസ് റിലേറ്റഡ് ടു decontamination area. C, chemical explosion. Then another question, which of the following does not come under an MLC? Eda C, cardiac arrest. Then which of the following is an example of yellow category? Accident. B, accident. Okay. Then DAMA full form. വേഗം കമന്റ് ചെയ്യൂ. DAMA full form എന്താ? Discharge against medical advice. Okay. Then അടുത്തത്, which of the following is including green category? ഗ്രീൻ കാറ്റഗറി ഏതാ വരിക? ഇതൊന്നുമല്ല. പിന്നെ ഏതാ വരിക അതിനകത്ത്? കറക്റ്റ് ഉത്തരം ഏതാ വരിക? അപ്പൊ ഒന്നുമില്ലല്ലേ? അർജന്റ് ആണോ? ലെസ് കെയർ ആണോ? ഏതാ വരിക? ശരിയായിട്ടുള്ള ഒരു ഉത്തരം കമന്റ് ചെയ്തേ നിങ്ങള്. എന്താണ് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്നത്? നോട്ട് ഇമ്മീഡിയറ്റ്, അർജന്റ്. ഓക്കെ, അർജന്റ് ആണോ വരുന്നത്? അർജന്റ് ആണല്ലോ ഞാൻ എഴുതാൻ വരുന്നത് അല്ലേ? ഓക്കെ, ഇതൊന്നുമല്ല. നൺ ഓഫ് ദ എബോവ്. ഡി ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം.
മിസ് ആ ഫോർത്ത് വണ്ണില്ലേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് യെല്ലോ കാറ്റഗറി അതില് ഓപ്ഷൻ ബി സ്ട്രോക്ക് ആണോ പറഞ്ഞത്? ആക്സിഡന്റ്. ആക്സിഡന്റ് ആണ്. അതല്ല മിസ് സ്ട്രോക്ക് ഒക്കെ വന്നാൽ ഏത് കാറ്റഗറിയിലാ വരിക? സ്ട്രോക്ക് അതിനകത്ത് തന്നെ അല്ല വരും. മിസ് ആദ്യം പറഞ്ഞത് ആക്സിഡന്റ്, രണ്ടാമത് സ്ട്രോക്ക് പറഞ്ഞു, പിന്നെ ആക്സിഡന്റ്. സ്ട്രോക്ക് വരുന്നത് യെല്ലോയിലാണ് കേട്ടോ. ഓക്കെ. സ്ട്രോക്ക് അതുപോലെ ആക്സിഡന്റ് ഒക്കെ വരുന്നത് യെല്ലോ കാറ്റഗറിയിലാണ്. ഓക്കെ മാം. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? യെസ് മാം. ആൻസേഴ്സ് ഒന്നുകൂടി പറഞ്ഞുതരൂ. ആദ്യത്തേത് ട്രയേജില് പ്രയോറിറ്റി 2 വരുന്നത് യെല്ലോ ആണ്. രണ്ടാമത്തേത് കെമിക്കൽ എക്സ്പ്ലോഷൻ കേട്ടോ, ഡീകണ്ടാമിനേഷൻ ഏരിയ. Then which of the following does not come under an MLC? MLC ഇതിൽ പെടാത്തത് ഏതാണ്? കാർഡിയാക് അറസ്റ്റ് ആണ്. Then which of the following is an example of yellow category? ആക്സിഡന്റ് ആണ് വരുന്നത്. സ്ട്രോക്കും വരാം. സ്ട്രോക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡാമയുടെ ഫുൾ ഫോം എന്താണ്? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. നമ്മളിപ്പോ പഠിച്ചതാണ്. Then which of the following is including green category ആണ്? None of the above ആണ് ആൻസർ വരുന്നത്. ഓക്കെ, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് കെമിക്കൽ എക്സ്പ്ലോഷൻ. സി കെമിക്കൽ എക്സ്പ്ലോഷൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ക്ലാസ്സിൽ കേട്ടോ. അതിന്റെ ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? ഡീകണ്ടാമിനേഷൻ ഏരിയ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? സിവിയർ ഹെഡ് ഇഞ്ചുറി ആണോ, സ്ട്രോക്ക് ആണോ, കെമിക്കൽ എക്സ്പ്ലോഷൻ ആണോ, ചെസ്റ്റ് പെയിൻ ആണോ? കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന്? യെസ് മാം. യെസ് മാം, മനസ്സിലായി. കോഡ് ബ്ലൂ അത് എങ്ങനെയാണത് പ്രാവർത്തികമാക്കുന്നത്? കോഡ് ബ്ലൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ടൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യും. 3 പ്രാവശ്യമാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ 3 പ്രാവശ്യം അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും എല്ലാ സജ്ജീകരണങ്ങളും ആ രോഗിയുടെ അടുത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോഡുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അതന്നെ, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ അനൗൺസ് ചെയ്യുന്നതാണോ? എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും അനൗൺസ് ചെയ്യുന്നതാണോ അങ്ങനെ? ഇല്ല, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ചാപ്റ്ററിൽ ട്രയാജ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണല്ലേ ഈ ചാപ്റ്ററിൽ? ട്രയേജ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യമേ തുടങ്ങി പറഞ്ഞായിരുന്നില്ല നിങ്ങളോട്, ട്രയേജ് ഇമ്പോർട്ടന്റ് ആണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ട്രയാജ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ട്രയാജ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, പ്രധാനമായിട്ടും ട്രയേജ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ അല്ലേ? യെസ് മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, 6th പോയിന്റ് എമർജൻസി റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ 6ാമത്തെ റോള് ഗ്രീവൻസസ് റിഡ്രസൽ ആണ്. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരാതി പരിഹാരം കേട്ടോ. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുന്നത് ആരാ? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ കേട്ടോ. ഓക്കെ,
പേജ് നമ്പർ മാം അല്ല എന്താ എത്രാമത്തെ ചാപ്റ്റർ മാം? ഡിസ്ചാർജ് 11ാമത്തെ ചാപ്റ്റർ കേട്ടോ, ഓക്കെ മാം. ചാപ്റ്റർ 11. കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട്, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാനൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഇത് എത്രാമത്തെ ചാപ്റ്റർ ആണ്? എന്റെ അടുത്ത് ഇതിന്റെ പ്രിന്റ് ഇട്ടിടും. ഇത് 7th ചാപ്റ്റർ. ഇത് 7th ചാപ്റ്റർ ആണ്. പക്ഷെ ഈ മിസ് പറയണ കണ്ടന്റ് ഒന്നും നോക്കിയിട്ട് കാണില്ല. ഞാൻ കൊറേ നേരം നോക്കുന്നത് ഏത് ചാപ്റ്റർ ആണെന്നുള്ള. ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല.